ഈ വീഡിയോ എടുക്കുന്ന കാര്യം വെച്ചാൽ ഫിസിക്സ് നിങ്ങൾ കുറെ പേര് ഇടണേന്ന് പറഞ്ഞു. അപ്പൊ ഫിസിക്സ് ഇടാത്തതിന്റെ കാരണം, ഫിസിക്സ് കെമിസ്ട്രി ഇടാത്തതിന്റെ കാരണം വെച്ചാൽ ഇത് 2021 ഷിഫ്റ്റ് 3 പേപ്പറാണ്. നമ്മളിങ്ങനെ നോക്കുമ്പം ഞാനിങ്ങനെ നോക്കി നോക്കി വന്നപ്പം ബാക്കി ചാപ്റ്ററുണ്ട്. ഞാൻ ജസ്റ്റ് 2 ചാപ്റ്റർ സ്ട്രെസ് ചെയ്ത് പറയാം. നോക്കി വന്നപ്പോഴത്തേക്കും പേപ്പർ ഇങ്ങനെ നോക്കും. നോക്കി വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആണ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. അപ്പൊ 32 ഞാൻ എണ്ണുവാണ്. 32, 33, 34, 35, 36, 37, 38, 39, 40, 40, 41. ഓക്കെ, ഇത് നമുക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ കൂട്ടാം. 42 മൊത്തം 11 ക്വസ്റ്റ്യൻ വന്നേക്കുന്ന ചാപ്റ്റർ ആണ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. നമുക്കൊരു അനാലിസിസ് കിട്ടി ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ളത്. ഇനി അടുത്ത നമ്മൾ നോക്കുമ്പോൾ 44 തൊട്ട് ഏതാണ്? ട്രയോപ്റ്റിക്സ് അല്ലേ? 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഷിഫ്റ്റ് ഇതാണ്. കാരണം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കഴിഞ്ഞ കൊല്ലത്തൊരു ഷിഫ്റ്റ് എടുക്കുക, കഴിഞ്ഞ കൊല്ലത്തൊരു പേപ്പർ നമ്മൾ എടുക്കുക. ഇത് കഴിഞ്ഞ കൊല്ലത്തെ പേപ്പറാണ്. നമ്മൾ 21 ക്വസ്റ്റ്യൻ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റർ ആണ് നോക്കിയത്. ഇവിടെ നമ്മൾ നോക്കി വരുമ്പോഴത്തേക്കും റയോപ്റ്റിക്സ് നോക്കുമ്പോഴത്തേക്ക് എത്രയുണ്ടെന്ന് നോക്കാം. റയോപ്റ്റിക്സും പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് നോക്കി നമ്മൾ ഇത്രയും നോക്കി ഇല്ലെന്നാ തോന്നുന്നത്. ജസ്റ്റ് നോക്കി വരുമ്പോൾ ടൈം പീരീഡ് ഓക്കെ, ഇവിടെ നമ്മൾ ഇത്രയും വന്നു. 31 പേപ്പറിന്റെ പതിയാണ്ട് ന്യൂക്ലിയർ ഒരു ക്വസ്റ്റ്യൻ, 34ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അത് കഴിഞ്ഞ് നോക്കി വന്നപ്പം 51ാമത്തെ ക്വസ്റ്റ്യൻ റയോപ്റ്റിക്സ് 2 ക്വസ്റ്റ്യൻ വെച്ച് വന്നു. ഇനി ഇതുപോലെ നമ്മൾ നോക്കി വന്നപ്പോഴത്തേക്ക് പേപ്പർ തീർന്നു. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ അതായത് നിങ്ങൾ എടുക്കുന്ന ഷിഫ്റ്റിനകത്ത് മാത്സ് പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. മാത്സിനേ ഉള്ളൂ ഇന്നത് പഠിച്ച ഇത്ര ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്കൊരു ഉറപ്പ് പറഞ്ഞു. കാരണം നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ മാത്സിനകത്ത് എഞ്ചിനീയറിംഗിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് അവർ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വിട്ടു. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം വേണം. പക്ഷെ നിങ്ങൾ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ റയോപ്റ്റിക്സും ആറ്റംസ് ആൻഡ് ന്യൂക്ലിയറും എലിമിനേറ്റ് ആക്കിയ വെയിറ്റേജ് കുറവാണ്, ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടകാലത്തിന് നിങ്ങൾ കിട്ടുന്ന പേപ്പറിനകത്ത് അതാണെങ്കിൽ നിങ്ങളുടെ 20 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് തൂത്ത് പറക്കി പോകും. 21 ക്വസ്റ്റ്യൻ 75, 21 പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എക്സാം കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുന്നത് വെച്ചാൽ സം തിയറി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ 1 മണിക്കൂർ തിയറി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫിസിക്സിന്റെ ഓരോ ചാപ്റ്ററും നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ 21 ക്വസ്റ്റ്യൻ റൗണ്ട് ചെയ്ത് ഞാൻ 20 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പം ബാക്കി 55 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അറൗണ്ട് 27 ചാപ്റ്റർ നിന്ന്. കാരണം എന്താണ്, മൊത്തം 30 ചാപ്റ്റർ. നമുക്കൊരു പറയാം ഇത് 27 ചാപ്റ്റർ ഉണ്ടെന്ന് വെച്ചു, അതിന് 2 ചാപ്റ്ററിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? നമുക്ക് 55 ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 25 ചാപ്റ്ററിന്. അപ്പോൾ ഒരു ചാപ്റ്ററിന് 2 ഒക്കെ എപ്പോഴും ചോദിക്കാൻ പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഇതേനെ കൂട്ടി കഴിഞ്ഞാൽ പല ചാപ്റ്ററുകളും പരീക്ഷയ്ക്ക് ചോദിക്കാതിരിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് പോയ ചാപ്റ്റർ ചോദിക്കാതെ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റർ ഇതേനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേപ്പറിനകത്ത് വേറെ പ്രത്യേകത ഉണ്ട്. ഈ പേപ്പറിനകത്ത് വേറെ പല കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പം നോക്കിയെടുക്കണം. പക്ഷെ അതാണ് ഒരു ഫാക്ട്. അതായത് അതുകൊണ്ട് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി സെലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ട് പോകണോ വേണ്ടി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. കാരണം അതൊരു വലിയ റിസ്ക് ആണ്. നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മൊത്തം നിങ്ങളുടെ പരീക്ഷ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾക്ക് അത് വേണോ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാത്തത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ലാതെ ഫുള്ള് പഠിക്കുക. ഫുള്ള് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പരീക്ഷ കയ്യിൽ നിന്ന് പോകാതെ മതി. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോണ ചാപ്റ്റർ ചിലപ്പം വേറെ ഷിഫ്റ്റ് അല്ലെങ്കിൽ നിലവിൽ പാറ്റേൺ കാണും. പാറ്റേൺ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം വരാൻ പോണ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഫിസിക്സിന്റെ കേസിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ കേസിൽ വരാൻ പോണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാത്ത 3 ചാപ്റ്ററിൽ നിന്ന് ഒരു 30 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പകുതി എക്സാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ നോക്കിയിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റാത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾ പഠിച്ചതിൽ നിന്ന് 3 ചാപ്റ്റർ അവിടെ വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സിറ്റുവേഷൻ? അപ്പൊ ഞാനൊരു 6 ചാപ്റ്റർ പഠിച്ചു, 3 ചാപ്റ്റർ ചോദിച്ചില്ല. അപ്പൊ ഞാൻ എന്തിനാ 3 ചാപ്റ്റർ പഠിച്ചത്? പകരം പഠിക്കാത്ത 3 ചാപ്റ്ററിൽ നിന്ന് ഒരു 30 ക്വസ്റ്റ്യൻ ഇതേപോലെ കയറി വന്നു. ഇതിനകത്ത് വേറെയും ചാപ്റ്റർ ആണ്, ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറെ ചാപ്റ്ററുകൾ കാണും. ഞാൻ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം.
ഞാൻ ഇതാണ് പെട്ടെന്ന് കണ്ടത് ഇതാണ്, ഇത് രണ്ടുമാണ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഹൈ വെയിറ്റേജ് ടോപ്പിക് നമുക്ക് പറയാം. പക്ഷെ മറ്റേ പേപ്പർ എന്ന് വെച്ചാൽ ഇത് വെറും ലോ വെയിറ്റേജ് ടോപ്പിക് ആണ്. അപ്പം പേപ്പർ ടു പേപ്പർ ഷിഫ്റ്റ് വൈസ് എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഫുള്ള് നോക്കുക, ഫുള്ള് തിയറി എന്തെങ്കിലും അറിഞ്ഞിരിക്കുക. NCERT അറിഞ്ഞിരുന്നാൽ മാത്രം അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പ്ലസ് നിങ്ങൾ ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ മൊത്തം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി.